ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇനം ദോശയാണ്. നമ്മൾ ഗോതമ്പ് പൊടിക്കകത്തിട്ട് നമ്മളിപ്പം സവാള ഉള്ളിയില്ലേ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അരിഞ്ഞതിന് ശേഷം അത് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഗോതമ്പ് പൊടിയിൽ ഇളക്കിയതിന് ശേഷം ഗോതമ്പ് ദോശയാണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഹെൽത്തി ദോശയാണിത്. അതിൽ നമുക്ക് ശർക്കര മഞ്ഞൾ പൊടി കൂടെ ചേർക്കുമ്പോൾ അതിന് നല്ലൊരു വെറൈറ്റി കളറും കിട്ടും. നല്ലൊരു സൂപ്പർ ടേസ്റ്റി ഉള്ളതായ ഒരു ദോശ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കതൊന്ന് ശരിയാക്കി എടുക്കാം. പെട്ടെന്ന് മാവ് ശരിയാക്കി റെഡിയാക്കി എടുക്കാനുള്ള ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഗോതമ്പ് പൊടി ഞാൻ എടുത്തൊരു ചെറിയ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഒരു 3-4 ദോശയ്ക്ക് മാത്രമാണ്. അതിനുശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതായ നമ്മുടെ ഉള്ളിയും ശകലം മഞ്ഞൾ പൊടി അപ്പോൾ അതും കൂടി ചേർത്ത് ഇതിനകത്ത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ പൊടി ചേർത്തിട്ട് നമ്മുടെ വെള്ളത്തിൽ കലക്കി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഓക്കെ ഗായ്സ്, പൊടി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിയാക്കട്ടെ. ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ശകല മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളി വഴറ്റിയത് ഒരു 2-3-4 ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാൻ അടുപ്പ് വെച്ചിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് നമ്മുടെ ദോശയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്കൊരു വൃത്ത ആകൃതിയിലൊന്നും വരികയില്ല. ഇന്ത്യയുടെ പൂവട പോലൊക്കെ ആയി പോകും. ഒക്കെ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ദോശ ആകുന്നു. അങ്ങനെ തിരിച്ചിട്ടു, ദോശ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ തമറ്, ഈന്തപ്പഴം, ഗ്രീൻ പീസ് കറി, നമ്മുടെ ദോശ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നല്ല സൂപ്പർ ഹെൽത്തി ആയ ഒരു ചായയുണ്ട്. ഓക്കെ, നല്ല അടിപൊളി സൂപ്പർ ഒരു ചായ, നല്ല സൂപ്പർ ചായ.